നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 27/7/2025 ഞായറാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 213, RSS 5 കിലോ 209, ISNL 20 199, ലാറ്റസ് 60% 146 രൂപ 90 ഇതാണ് കോട്ടയം ബോർഡ് വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 213, RSS 5 കിലോ 209 ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുക, 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 144, 60% ഒട്ടുപാൽ 108. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 203, ലോട്ട് കിലോ 182 മുതൽ 187. ഇനി വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 205, RSS 5 കിലോ 201, ISNL 180 മുതൽ 180 രൂപ 50 ഇന്നത്തെ വ്യാപാരി വില. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 127 മുതൽ 139. രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും കവറിട്ട മരങ്ങളൊക്കെ ടാപ്പ് ചെയ്ത് തുടങ്ങി വളരെ സന്തോഷത്തോടെ. ഇതിനിടയിൽ രൂക്ഷമായ റബ്ബറിൻ്റെ മരങ്ങളുടെ ഇല കൊഴിയുന്നുമുണ്ട്. ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 100, വെളിച്ചെണ്ണ ലിറ്ററിന് 480. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഇഷ്ടം പോലെ തെങ്ങുണ്ടായിരുന്നു. അന്നൊക്കെ തേങ്ങയ്ക്ക് വിലയില്ലാതായപ്പോൾ മിക്ക ആൾക്കാരും തെങ്ങെല്ലാം അതിനിടയ്ക്ക് റബ്ബർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. റബ്ബർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച പാലൊക്കെ ആയി. പക്ഷേ മറ്റൊരു കുഴപ്പമായി, തെങ്ങിന് ശരിയായ സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് ശരിയായി വളർച്ച മണ്ടരിയായി എല്ലാം നശിച്ചു. തെങ്ങുകളെല്ലാം, മിക്ക തെങ്ങുകളെല്ലാം. കച്ചോലം 400, കൊക്കോ 300 മുതൽ 350, കശുവണ്ടി 130, കൊപ്ര എടുത്തപടി 254, അടയ്ക്ക 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പോട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോട് കൂടി 250, ഗ്രാമ്പു 790, നാടൻ 900, കുരുമുളക് അൺകാർബിൾഡ് കിലോ 665, കുരുമുളക് പുതിയത് കിലോ 655, കുരുമുളക് കാർബിൾഡ് കിലോ 685, കുരുമുളക് വയനാടൻ 660, ചുക്ക് ബെസ്റ്റ് 250, മഞ്ഞൾ സേല 255. സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം 1 ഗ്രാം 50 രൂപയും, ഒരു പവൻ്റെ മുകളിൽ 400 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 22 ക്യാരറ്റ് 1 ഗ്രാം 9160, ഒരു പവൻ 73,280. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 9993, ഒരു പവൻ 79,944. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. എന്തായാലും വിവാദ പ്രസ്താവനയിടയിൽ പാലോട് രവി, അതായത് തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി രാജിവെച്ചു. കോൺഗ്രസ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ ആണ് രാജിവെക്കാൻ പറഞ്ഞത്. വിവാദ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഈ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് 2026 LDF ഭരണം തുടരുമെന്നുള്ള വിവാദ സന്ദേശത്തിലൂടെയാണ് രാജിവെക്കാൻ പറഞ്ഞത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കിട്ടുന്ന വളരെയധികം നന്ദി.